അറിയാം കൊമേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ബിസിനസ്സിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യതയാണ് നഷ്ടസാധ്യത അഥവാ ബിസിനസ് റിസ്ക് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിസ്ക് എന്നത് എല്ലാ ബിസിനസ്സിൻ്റെയും സവിശേഷതയുമാണ്. ഇന്ന് നമുക്ക് ബിസിനസ് റിസ്കിനെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം. ഇന്നത്തെ ടോപ്പിക് ബിസിനസ് റിസ്ക്, ടൈപ്സ് ഓഫ് റിസ്ക്, നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക്, കോസസ് ഓഫ് റിസ്ക്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പഠിക്കാം. ബിസിനസ് റിസ്ക്. The term business risk refers to the possibility of inadequate profits or even losses due to uncertainties or unexpected events. റിസ്ക് എന്നാൽ ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതകൾ. പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുകയോ ചെയ്യുന്നതിനെയാണ് ബിസിനസ്സിലെ നഷ്ടസാധ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. For example, demand for a particular product may decline due to change in taste and preferences of customers. It reduces the sale and profit. In another situation, the shortage of raw materials in the market may shoot up its price. It increases the cost of production and reduces profit. അനിശ്ചിതത്വം കൊണ്ടും അതുപോലെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ ബിസിനസ്സിന് നഷ്ടം സംഭവിക്കാം. ഉപഭോക്താക്കളുടെ അഭിരുചിയിലുണ്ടാകുന്ന മാറ്റം മൂലം ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയിലുണ്ടാകുന്ന കുറവ്, അതുപോലെ വിപണിയിലെ മത്സരം, സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന കുതിച്ചുചാട്ടം, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബിസിനസ് റിസ്ക് ഏതൊക്കെ തരമുണ്ട് എന്ന് നോക്കാം. Business enterprises constantly face two types of risk: speculative risk and pure risk. First type of risk is speculative risk. Speculative risk involve both the possibility of gain as well as the possibility of loss. These risks arise due to changes in market conditions, including fluctuations in demand and supply, changes in prices, or changes in fashion and taste of customers. അതായത് ഊഹാധിഷ്ഠിത നഷ്ടസാധ്യത. ഇത്തരം നഷ്ടസാധ്യതയിൽ നഷ്ടവും ലാഭവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിപണിയിലെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വിതരണത്തിലും അതുപോലെ ആവശ്യകതയിലും വിലയിലുമൊക്കെ മാറ്റമുണ്ടാകാം. ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ് ആർ ലൈക്ലി ടു റിസൾട്ട്സ് ഇൻ ഗെയിൻസ്, വെറാസ് അൺഫേവറബിൾ വൺസ് മേ റിസൾട്ട്സ് ഇൻ ലോസസ്. അതായത് ഇത്തരം മാറ്റങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ ലാഭമായും അതേസമയം പ്രതികൂല സാഹചര്യങ്ങളിൽ അവ നഷ്ടമായും ഭവിക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിസ്ക് ഈസ് പ്യുവർ റിസ്ക്. പ്യുവർ റിസ്ക് ഇൻവോൾവ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. ദ ചാൻസസ് ഓഫ് ഫയർ, തെഫ്റ്റ് ഓർ സ്ട്രൈക്ക് ആർ എക്സാമ്പിൾസ് ഓഫ് പ്യുവർ റിസ്ക്. എന്നുവെച്ചാൽ ഉറച്ച നഷ്ടസാധ്യത. ഉറച്ച നഷ്ടസാധ്യതയിൽ ഒരു സംഭവം നടന്നാൽ നഷ്ടമുണ്ടാവുകയും എന്നാൽ അത് നടക്കാതിരുന്നാൽ നഷ്ടമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ഇതിനുദാഹരണങ്ങളാണ് തീപിടുത്തം, മോഷണം, പണിമുടക്ക് തുടങ്ങിയവ. Their occurrence may result in loss, whereas non-occurrence may result in no loss. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നഷ്ടമായിരിക്കും ഫലം. പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ നഷ്ടമോ ലാഭമോ ഉണ്ടാവുകയുമില്ല. ഇനി നമുക്ക് ബിസിനസ് റിസ്കിൻ്റെ പ്രത്യേക സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. First one is business risk arise due to uncertainties. Uncertainty refers to the lack of knowledge about what is going to happen in future. നഷ്ടസാധ്യതകളുടെ സ്വഭാവം. ഒന്നാമത്തെ പോയിന്റ്, അനിശ്ചിതത്വങ്ങൾ നഷ്ടസാധ്യതയ്ക്ക് കാരണമാകുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയില്ല എന്നതിനെയാണ് അനിശ്ചിതത്വങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Following are some of the examples of uncertainty which creates risk for business: natural calamities, changes in demand and prices, changes in government policies, improvement in technology, etc. അതായത് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. പ്രകൃതിക്ഷോഭം, ഉപഭോക്താക്കളുടെ അഭിരുചിയിലുണ്ടാകുന്ന മാറ്റം,
സർക്കാർ നയത്തിലുണ്ടാകുന്ന മാറ്റം, സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടം, ഇത്തരം അനിശ്ചിതത്വങ്ങളൊക്കെ കാരണം ബിസിനസ്സിന് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. എവറി ബിസിനസ് ഹാസ് സം റിസ്ക്. No business can avoid risk, although the amount of risk may vary from business to business. Risk can be minimized but cannot be eliminated. എന്നുവെച്ചാൽ ഏതൊരു ബിസിനസ്സിലും നഷ്ടസാധ്യത അനിവാര്യ ഘടകമാണ്. നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു ബിസിനസ് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഇതിൻ്റെ തോത് ഓരോ ബിസിനസ്സിലും വ്യത്യസ്തമായിരിക്കും. നഷ്ടസാധ്യത കുറയ്ക്കാൻ കഴിയുമെങ്കിലും പൂർണ്ണമായി അത് ഒഴിവാക്കാനാവില്ല. Next point is, degree of risk depends mainly upon the nature and size of business. Nature of the business, that is the type of goods and services produced and sold, and the size of the business, that is volume of production and sale, are the main factors which determine the amount of risk in a business. അതായത് നഷ്ടസാധ്യതയുടെ തോത് ബിസിനസ്സിൻ്റെ വലിപ്പത്തെയും സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും. ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതുതരം സേവനങ്ങൾ അഥവാ ഉൽപ്പന്നങ്ങളാണ് അവ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ വലിപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപ്പാദനത്തിൻ്റെയും അതുപോലെ വിപണനത്തിൻ്റെയും വ്യാപ്തിയാണ്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് ഡീലിംഗ് ഇൻ ഫാഷനബിൾ ഐറ്റംസ് ആൻഡ് എ ലാർജ് സ്കെയിൽ ബിസിനസ് ഹാസ് എ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. അതായത് വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷനുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾക്കുമൊക്കെ നഷ്ടസാധ്യത വളരെ കൂടുതലായിരിക്കും. ഫോർത്ത് പോയിന്റ് ഈസ്, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. നോ റിസ്ക് നോ ഗെയിൻ ഈസ് എൻ ഓൾഡ് പ്രിൻസിപ്പിൾ വിച്ച് അപ്ലൈസ് ടു ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്. ഗ്രേറ്റർ ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ എ ബിസിനസ്, ഹയർ ഈസ് ദ ചാൻസ് ഓഫ് പ്രോഫിറ്റ്. അതായത് നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് ലാഭം. നഷ്ടവും ലാഭവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നഷ്ടസാധ്യത കൂടുന്തോറും മികച്ച ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരെ മറിച്ചാണെങ്കിൽ ലാഭം കുറയാനും സാധ്യതയുണ്ട്. An entrepreneur undertakes risk with the expectation of higher profit. Profit is thus the reward for risk taking. അതായത് ഏതൊരു ബിസിനസ്സുകാരനും ഇത്തരം നഷ്ടസാധ്യതകൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് മികച്ച ലാഭം കൈവരിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നതിനുള്ള പ്രതിഫലമായി നമുക്ക് ലാഭത്തെ കണക്കാക്കാം. നഷ്ടസാധ്യതകളുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് ബിസിനസ് റിസ്ക് ഉണ്ടാകാനുള്ള വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ഫസ്റ്റ് വൺ, നാച്ചുറൽ കോസസ്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ലിറ്റിൽ കൺട്രോൾ ഓവർ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത്, ലൈറ്റ്നിങ്, ഹറിക്കെയിൻ എക്സെട്ര, പ്രോപ്പർട്ടി ആൻഡ് ഇൻകം ഇൻ ബിസിനസ്. ബിസിനസ്സിലെ നഷ്ടസാധ്യതകളുടെ കാരണങ്ങൾ. ഒന്നാമത്തേത് പ്രകൃതിദത്ത കാരണങ്ങൾ. പ്രകൃതിക്ഷോഭം മൂലം ബിസിനസ്സിന് ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം നഷ്ടസാധ്യതകളിന്മേൽ ബിസിനസ്സുകാരന് കാര്യമായ ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മിന്നൽ, സുനാമി, ചുഴലിക്കാറ്റ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ കോസസ്. Human causes include such unexpected events like dishonesty, carelessness or negligence of employees, stoppage of work due to power failure, strikes, riots, etc., and inefficient management. അതായത് മനുഷ്യസഹജമായ കാരണങ്ങൾ. ജീവനക്കാരുടെ അശ്രദ്ധ, കള്ളത്തരങ്ങൾ, അവഗണന, മറവി, സമരം, കലാപം, വൈദ്യുത തകരാറുകൾ കാരണം പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കുക, മാനേജർമാരുടെ സാമർഥ്യക്കുറവ് തുടങ്ങിയവയൊക്കെ മനുഷ്യസഹജമായ നഷ്ടസാധ്യതകൾക്ക് ഉദാഹരണങ്ങളാണ്. തേർഡ് ടൈപ്പ് ഓഫ് കോസസ് ആർ എക്കണോമിക് കോസസ്. ദീസ് ഇൻക്ലൂഡ് അൺസർട്ടനിറ്റീസ് റിലേറ്റിംഗ് ടു ഡിമാൻഡ് ഫോർ ഗുഡ്സ്, കോമ്പറ്റീഷൻ, പ്രൈസ്, collection of dues from customers, changes of technology or method of production, etc.
Financial problems like rise in interest rate for borrowing, levy of higher taxes, etc. also come under these type of causes. They result in high unexpected cost of operation for business. സാമ്പത്തിക കാരണങ്ങളാണ് മൂന്നാമതായി വരുന്നത്. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലുള്ള അപ്രതീക്ഷിതമായ കുറവ്, കിടമത്സരം, വിലയിലെ വ്യതിയാനം, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റം തുടങ്ങിയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിന് ഭാരിച്ച നഷ്ടമുണ്ടായേക്കാം. ലാസ്റ്റ് വൺ ഈസ് അതർ കോസസ്. These are unforeseen events like political disturbances, mechanical failures like the bursting of boiler, fluctuations in exchange rates, etc., which lead to the possibility of business risks. അവസാനമായി റിസ്ക് ഉണ്ടാകാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില കാരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വം, യന്ത്രസാമഗ്രികളുടെ തകരാർ, വിനിമയ നിരക്കിലുണ്ടാകുന്ന മാറ്റം തുടങ്ങിയ കാരണങ്ങളും ഒരു ബിസിനസ്സിന് നഷ്ടസാധ്യത ഉണ്ടാക്കുന്നു. ഇവയൊക്കെയാണ് ഒരു ബിസിനസ്സിൽ നഷ്ടസാധ്യതകൾ ഉണ്ടാകാനുള്ള വിവിധ കാരണങ്ങൾ. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. നാച്ചുറൽ കോസസ്, ഹ്യൂമൻ കോസസ്, എക്കണോമിക് കോസസ് ആൻഡ് അതർ കോസസ്.